അതെ, പേഴ്സണൽ ഹൈജീൻ, ഡെന്റൽ ഹൈജീൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലീപ്പ് ഹൈജീൻ. സ്ലീപ്പ് ഹൈജീനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞ. അതായത് സ്ലീപ്പ് ഹൈജീൻ അല്ലെങ്കിൽ സ്ലീപ്പ് ഹാബിറ്റ് എന്ന് പറയും. അതായത് നമുക്കെപ്പോഴും ഏറ്റവും നല്ലത് നമുക്കൊരു സ്ലീപ്പ് ടൈം വേണം, ഒരു സ്കെഡ്യൂൾഡ് വേണം. ഇത്ര സമയത്ത് ഞാൻ കിടക്കും, ഇത്ര സമയത്ത് ഞാൻ എഴുന്നേക്കും. ചിലപ്പോൾ നമുക്കത് പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ എന്നാലും കഴിവതും പാറ്റേൺ കീപ്പ് ചെയ്യുക ഒന്നാമത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നല്ലൊരു എൻവയോൺമെന്റ് വേണം ഉറങ്ങാൻ. അതായത് അതിനൊരു കാരണമുണ്ട് പറയാൻ. നമ്മുടെ റൂം നല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുവാണ്. അപ്പം വേറെ മെറ്റാബോളിസം, വേറെ ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മുടെ റൂമൊക്കെ നല്ലൊരു തണുത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിലോട്ട് വീഴും. കാരണം നമുക്ക് ബോഡി വേറെ മെറ്റാബോളിസം, ഇപ്പം നമ്മുടെ ചൂടാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കൂടിയിരിക്കും. അതേസമയത്ത് നമ്മൾ ആ തണുത്ത അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. കാരണം ചൂടുവെള്ളം നമ്മുടെ ശരീരത്തോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഡൗൺ ആകുക ചെയ്യുന്നത്. അപ്പം ബോഡിയുടെ ആ ചൂടുവെള്ളത്തിൽ കുളിയും നല്ല അറ്റ്മോസ്ഫിയറും ഈ കോമ്പിനേഷൻ നമ്മളെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു ഗ്ലാസ് ചൂട് പാല് കുടിക്കുന്നത് നല്ലതാണ്. ആ പാലിനകത്തുള്ള ഒരു എൻസൈം നമ്മളെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി പ്രിപ്പയർഡ്, ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും ചെയ്യില്ല, സ്ലീപ്പ് ടൈം ഉള്ള പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഒരു റുട്ടീൻ, ഞാൻ ഉറങ്ങാൻ പോകുവാണെന്ന്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കഫീൻ അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ, അത് കോഫി ആയിക്കോട്ടെ, ടീ ആയിക്കോട്ടെ, കോക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 6 PM കഴിഞ്ഞിട്ട് കഴിക്കാതിരിക്കുക. അതിലും ഉറക്കത്തിന് പ്രശ്നമുള്ളവർ രാവിലെ കഴിച്ചാൽ മതി, പിന്നെ കഴിക്കണ്ട. കാരണം കോഫിയൊക്കെ ഒരു സ്റ്റിമുലന്റ് ആണ്. അപ്പൊ അത് നമ്മളെ ആക്റ്റീവ് ആയിട്ട് വെക്കും, ഉറക്കത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഹൈ ഷുഗർ കണ്ടന്റ്, അതായത് ജ്യൂസ്, അങ്ങനെ ജ്യൂസും, പിന്നെ നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റുകൾ, ഐസ്ക്രീം, ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകളും കഴിക്കരുത്. ഇതെല്ലാം ഒരു സ്റ്റിമുലന്റ് ആണ്. അതുപോലെ തന്നെ ഹെവി മീല് കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാനും പ്രയാസമാണ്. പിന്നെ നമുക്ക് റിഫ്ലെക്സ് ഒക്കെ ഉണ്ടാക്കും, അതും ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് വിഗറസ് എക്സസൈസ് ഒന്നും ചെയ്യരുത്. കാരണം ആ എക്സസൈസും നമ്മളെ അതൊരു സ്റ്റിമുലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഏർലി പാർട്ട് ഡേ ടൈമിലൊക്കെ നല്ലൊരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, നല്ല ഉറക്കം കിട്ടാനും നമുക്ക് സഹായിക്കും.